89.6 FM Sargakshetra. Happy Hours. ഹാപ്പി അവറിൽ കൂടെയുള്ളത് ഡോക്ടർ സച്ചിൻ ജെയിംസ്. പറഞ്ഞത് ഇപ്പോൾ ഞാനാണ്. ദിസ് ഇസ് മീ ആർ ജെ സൂരജ്. ഡോക്ടർ സച്ചിൻ ജെയിംസ് ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആണ് ഫ്രം സെൻറ്റ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴ. സച്ചിൻ ഡോക്ടറെ, ഒറ്റ കാര്യം ചോദിക്കാൻ ആദ്യം തന്നെ, ഈ കരളിനെ കാത്തു സൂക്ഷിക്കാൻ, എൻ്റെ കരളാണ് കരളിൻ്റെ കരളാണെന്നൊക്കെ നമ്മൾ പറയും, ഈ കരളിനെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രൈമറി ചില ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വഴി കരളിൻ്റെ ആരോഗ്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. ഇവയിൽ ഒന്നാമതായി ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി എന്നിവയ്ക്കെതിരെ ഫലപ്രദമായ വാക്സിനുകൾ ഇന്ന് ലഭ്യമാണ്. ഡോക്ടറുമായി ആലോചിച്ച് ഈ വാക്സിനുകൾ സ്വീകരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് തടയാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ്. രണ്ടാമതായി ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ ഇവ തടയുന്നതിനായി ശുദ്ധമായ വെള്ളവും സുരക്ഷിതമായ ഭക്ഷണവും ഉപയോഗിക്കുക. മൂന്നാമതായി മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും ഒഴിവാക്കുക. ഇവ ഒഴിവാക്കുന്നത് വഴി ആൽക്കഹോൾ റിലേറ്റഡ് ഹെപ്പറ്റൈറ്റിസ് നമുക്ക് തടയാവുന്നതാണ്. നാലാമതായി പ്രമേഹം, അമിതവണ്ണം, കൊളസ്ട്രോൾ എന്നിവ നല്ല രീതിയിൽ നിയന്ത്രണത്തിൽ വയ്ക്കുക. ഫാറ്റി ലിവർ കാരണമുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ഇതുവഴി നമുക്ക് തടയാവുന്നതാണ്. അഞ്ചാമതായി ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ യാതൊരു മരുന്നുകളും കഴിക്കരുത്. സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്ന ചില മരുന്നുകൾ ചിലരിൽ കരളിനെ ദോഷമായി ബാധിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ കരൾ രോഗങ്ങൾ ഒഴിവാക്കാൻ കഴിയും. കരളിൻ്റെ രോഗങ്ങൾ വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം. യെസ്, ഗോട്ട് ഇറ്റ്. അപ്പോളേ കേട്ടല്ലോ എല്ലാവരും. നമ്മൾ തൊട്ടതും പിടിച്ചതും എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കരളയെ, കരളിൻ്റെ കരളെ എന്നൊക്കെ. പക്ഷെ ചുമ്മാ പറഞ്ഞാൽ പോരാ, ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ കരളിൻ്റെ കരളാവൂ. അത് ഓർത്ത് വെക്കുക. ഇത് ഹാപ്പി അവറുടെ ടൈമാണ്. കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സൂരജ് ആൻഡ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra. Happy Hours. വെൽക്കം ബാക്ക് ടു ദി ഷോ ഹാപ്പി അവർ ഡേ ടൈം. ഇന്നത്തെ ഈ ഒരു ഹാപ്പി അവറിനെ ഹെൽത്തി അവർ ആക്കുന്നത് നമ്മുടെ ഡോക്ടർ സച്ചിൻ ജെയിംസ് ആണ്. ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആണ്, സെൻറ്റ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴ. അദ്ദേഹം കരളിൻ്റെ കാവലായിട്ടുള്ള ഒരാളാണ്. കരളിനെ നമുക്ക് കരുതി വെക്കേണ്ട, കരളിൻ്റെ കാര്യത്തിൽ നമ്മൾ കരുതേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ രാത്രിയിൽ ട്യൂസ്ഡേ നൈറ്റ് ടൈമിൽ ഇപ്പോൾ നമ്മളോടൊപ്പം പങ്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടറെ, ഇന്നിപ്പോൾ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആണല്ലോ. ഈ ഒരു ഡേയിൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ട്, ഒരുപാട് പരിപാടിക്ക് നമ്മൾ ജോയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ പല ആളുകൾക്കും പല അസുഖങ്ങളൊക്കെ ഉള്ളതും വരാറും ഒക്കെ ഉണ്ട്. കരുതുക, അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ, ആ ഒരു രോഗം ശരിക്കും പകരും എല്ലാവരിലേക്കും, എങ്ങനെയാണത്? ഇത് വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു സംശയമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ഹെപ്പറ്റൈറ്റിസും പകരുന്നതല്ല. വൈറസ് മൂലമുള്ള ഹെപ്പറ്റൈറ്റിസുകൾ മാത്രമാണ് പകരാൻ സാധ്യതയുള്ളത്. ഉദാഹരണത്തിന് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും സാധാരണമായി മലിനമായ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ ആണ് പകരുന്നത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ ഇ ഉള്ള രോഗിക്ക് മഞ്ഞപ്പിത്തമോ അല്ല മറ്റ് ലക്ഷണങ്ങളോ പ്രകടമാകുന്നതിന് മുമ്പേ തന്നെ വൈറസ് മലത്തിലൂടെ പുറത്തു വരാൻ തുടങ്ങും. അതിനാൽ ശൗചാലയം ഉപയോഗിച്ച ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകാതെ ഭക്ഷണം കൈകാര്യം ചെയ്താൽ രോഗം മറ്റുള്ളവരിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വ്യക്തി ശുചിത്വവും സുരക്ഷിതമായ ഭക്ഷണവും ശുദ്ധജലവും ഈ ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ ഇനെ പ്രതിരോധിക്കാൻ വളരെ പ്രധാനമാകുന്നത്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും രക്തം വഴിയാണ് പകരുന്നത്. അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും രോഗബാധയുള്ള വ്യക്തിയുടെ അല്ലെങ്കിൽ രോഗിയുടെ രക്തം, അല്ലെങ്കിൽ സുരക്ഷിതമില്ലാത്ത ലൈംഗിക ബന്ധം, അണുവിമുക്തമാക്കാത്ത സൂചികൾ എന്നിവ വഴിയാണ് ഇവ പകരുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വഴിയോ കൈ കൊടുക്കുന്നത് വഴിയോ അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നത് വഴിയോ ഒരേ പാത്രം ഉപയോഗിക്കുന്നത് വഴിയോ ഒന്നും പകരില്ല. അതുകൊണ്ട് തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ സി ഉള്ള രോഗികളെ സമൂഹത്തിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തേണ്ടതില്ല. ഓൾ റൈറ്റ്. അസുഖം ഏതായാലും കരുതുക, വന്നു കഴിഞ്ഞാലും കരുതുക, വരാതിരിക്കാനും കരുതുക. അങ്ങനെ കരുതിക്കൊണ്ട് നടന്നാൽ കരളും സൂപ്പർ. ഇനിയിപ്പോൾ ഹാപ്പി അവറിൽ ഒരു സൂപ്പർ കരളിൽ തുടങ്ങുന്ന ഒരു പാട്ട് തന്നെയാണ്. പലരുടെ കരളിലും ഈ ഒരു പാട്ട് ഉണ്ട്. ദിസ് ഇസ് മീ ആർ ജെ സൂരജ്. ഇത് ഹാപ്പി അവറിൻ്റെ ടൈമാണ്. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra. Happy Hours brought to you by മഹാലക്ഷ്മി സിൽക്സ്, തിരുവല്ല, മുത്തൂർ, ഏറ്റുമാനൂർ.
ട്യൂസ്ഡേ, യെസ്, എ വെരി ബ്യൂട്ടിഫുൾ ചൊവ്വാഴ്ച വൈകുന്നേരം അല്ല, ഒരു സന്ധ്യാസമയമൊക്കെ കഴിഞ്ഞ് ഒരു രാത്രി സമയത്ത് നമ്മൾ എത്തി. ഒരു ഡിന്നർ ടൈം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എന്നതാണ് ഡിന്നർ സ്പെഷ്യൽ. ഏതായാലും ഇന്നത്തെ ഹാപ്പി അവർ എന്ന് പറയുന്നത് ഹെൽത്തി അവർ കൂടിയാണ്. ഈ ഒരു ഹാപ്പി അവറിൽ, ഹെൽത്തി അവറിൽ, വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേയിൽ നമ്മളുടെ ഗസ്റ്റ് ഡോക്ടർ സച്ചിൻ ജെയിംസ് ഫ്രം സെൻറ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴ. ഡോക്ടറെ, ഒറ്റ കാര്യം കൂടി, ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് കരളുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി കാര്യങ്ങളായി നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കരളിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എത്ര ചോദിച്ചാലും മതി വരില്ല. ബിക്കോസ് കരളാണേ. എൻ്റെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും പറയുന്നത്, അല്ലെങ്കിൽ പല ആളുകളുടെയും ഒരു ധാരണ എന്ന് പറയുന്നത്, ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി മഞ്ഞപ്പിത്തം ആണോ? മഞ്ഞപ്പിത്തം തന്നെയാണോ ഹെപ്പറ്റൈറ്റിസ്? അല്ല, രണ്ടും വ്യത്യസ്തമാണ്. മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് രക്തത്തിൽ ബിലിറൂബിൻ എന്ന പദാർത്ഥത്തിന്റെ അളവ് കൂടുന്നതിന്റെ ഫലമായി കണ്ണിനും ചർമ്മത്തിനും ചിലപ്പോൾ മൂത്രത്തിനും മഞ്ഞനിറം കാണപ്പെടുന്ന അവസ്ഥയാണ്. ഹെപ്പറ്റൈറ്റിസ് ഉള്ള പല സാഹചര്യങ്ങളിലും ബിലിറൂബിന്റെ അളവ് കൂടാമെങ്കിലും എല്ലാ ഹെപ്പറ്റൈറ്റിസിനും മഞ്ഞപ്പിത്തം ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ എല്ലാ മഞ്ഞപ്പിത്തത്തിന്റെയും കാരണം ഹെപ്പറ്റൈറ്റിസുമല്ല. പിത്തസഞ്ചിയിലോ പിത്തനാളത്തിലോ കല്ല്, പിത്തനാളത്തിന്റെ തടസ്സം, ചില രക്തരോഗങ്ങൾ, ചില ക്യാൻസറുകൾ തുടങ്ങി പല കാരണങ്ങളാലും ബിലിറൂബിൻ കൂടാനും മഞ്ഞപ്പിത്തം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മഞ്ഞപ്പിത്തം ഒരു രോഗമല്ല, മറിച്ച് പല രോഗങ്ങളുടെ ഒരു ലക്ഷണമാണ്. അതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യെസ്, റൈറ്റ്. കേട്ടല്ലോ, ചില ധാരണകൾ തെറ്റിദ്ധാരണകളാണ്. തെറ്റിദ്ധാരണകൾ ഒരിക്കലും ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖമൊക്കെ വരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ പോട്ടെ, അസുഖത്തെക്കുറിച്ച് നമുക്കൊരു ധാരണയും വേണ്ട. അസുഖത്തെക്കുറിച്ച് കൃത്യമായി ധാരണകളും അറിവും പഠിപ്പും വിവരമുള്ള ആരോഗ്യ വിദഗ്ധർ നമുക്ക് ചുറ്റിലുമുണ്ട്. സച്ചിൻ ഡോക്ടറെ പോലെയൊക്കെയുള്ള ഒത്തിരി പേര്. സോ അസുഖങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഈ ഒരു ഹാപ്പി അവറിൽ ഹെൽത്തി അവർ ആക്കിക്കൊണ്ട് ഡോക്ടർ സച്ചിൻ ജെയിംസ് ആണ് കൂടെയുള്ളത്, ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഫ്രം സെൻറ് തോമസ് ചെത്തിപ്പുഴ ഹോസ്പിറ്റൽ. ഇറ്റ്സ് മീ RJ സൂരജ്. ഇത് ഹാപ്പി അവറിന്റെ ടൈം. ഇന്നത്തെ ഹാപ്പി അവർ ഒരു ഹെൽത്തി അവർ കൂടിയാണ്. 89.6 FM സർഗക്ഷേത്ര. Happy hours. Welcome back once again. Welcome back to the show. Happy on the time. It's me RJ സൂരജ്. ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഡിന്നർ ടൈം കൂടിയാണ്. എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ രാത്രി സമയത്ത് ഒത്തിരി ഹെവി ഫുഡ് നമുക്ക് ഒഴിവാക്കാം. ലൈറ്റായിട്ട് കഴിക്കാൻ ശ്രമിക്കുക രാത്രിയിൽ. എന്നാൽ രാത്രിയിൽ ഒരിക്കലും നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്യാനും പാടില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ടുഡേ ഈസ് അവർ ഹാപ്പി അവർ ഗസ്റ്റ്. ഈ ഒരു ഹാപ്പി അവറിനെ ഹെൽത്തി അവർ ആക്കിക്കൊണ്ട് നമ്മളുടെ കൂടെയുള്ളത് ഡോക്ടർ സച്ചിൻ ജെയിംസ്, ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ്, സെൻറ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴ. ഡോക്ടറെ, നമ്മളിപ്പോൾ പറയാറുണ്ട് ഫുഡിൻ്റെ കാര്യം. ഇപ്പോൾ ഡിന്നർ ടൈം കൂടിയാണ്. ഈ ഒരു രാത്രി ടൈമിലാണ് നമ്മളിങ്ങനെ വിശേഷങ്ങൾ, അതായത് ആരോഗ്യകരമായിട്ടുള്ള വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫുഡ് കൺട്രോൾ എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണോ ഈ ഹെപ്പറ്റൈറ്റിസ് അസുഖം വന്നു കഴിഞ്ഞാൽ? ഓർ അതിൽ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺട്രോൾ വെക്കേണ്ടതുണ്ടോ? എന്തൊക്കെയാണ് അതിനെക്കുറിച്ച്? കാര്യം ഒട്ടും ഫുഡ് കൺട്രോൾ ഇല്ലാത്ത ഒരാളാണ് ഇപ്പോൾ ഡോക്ടറോട് ഈ ചോദ്യം ചോദിച്ചത്. മൈസെൽഫ് RJ സൂരജ് വിത്ത് ഹാപ്പി അവർ ആൻഡ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് എന്നത് ഒരൊറ്റ രോഗമല്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണ രീതിയും രോഗത്തിന്റെ കാരണത്തെ ആശ്രയിച്ചിരിക്കാം. നമ്മൾ ഏറ്റവും സാധാരണമായി പഥ്യം കേൾക്കുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ്, പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് A പോലുള്ള രോഗങ്ങളുടെ കാര്യത്തിലാണ്. എന്നാൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉള്ള മിക്ക രോഗികൾക്കും പ്രത്യേക ഭക്ഷണ നിയന്ത്രണങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. മഞ്ഞപ്പിത്തം വന്നാൽ ഉപ്പ് കഴിക്കരുത്, എണ്ണ പാടില്ല, ഇറച്ചി കഴിക്കരുത് എന്നിങ്ങനെയുള്ള ധാരണകളൊക്കെ തന്നെ തികച്ചും തെറ്റാണ്. ഇത്തരം അനാവശ്യ നിയന്ത്രണങ്ങൾ രോഗിയെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുകയുള്ളൂ. സാധാരണ കഴിക്കും പോലെ സമീകൃതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ, പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുമാണ്. എന്നാൽ കരൾ സിറോസിസ് പോലുള്ള ചില ഗുരുതര കരൾ രോഗങ്ങളിൽ മാത്രം ചിലപ്പോൾ നമുക്ക് ഉപ്പ് കുറയ്ക്കേണ്ട സാഹചര്യം വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഓരോ രോഗികളുടെയും ഭക്ഷണക്രമം അവരവരുടെ രോഗാവസ്ഥയ്ക്കനുസരിച്ച് ഡോക്ടർ നിർദ്ദേശപ്രകാരമായിരിക്കണം ചെയ്യേണ്ടത്. യെസ്, കേട്ടല്ലോ, ചില കാര്യങ്ങളിൽ കരുതൽ വേണം, എന്നാൽ ചില കാര്യങ്ങളിൽ അനാവശ്യ കരുതൽ വേണ്ട കരുതൽ വേണ്ടതുപോലെ എടുത്താൽ കരളിന് അതൊരു കാവലും കരുതലും ആവും എന്നാണ് സച്ചിൻ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് ഹാപ്പി അവറിന്റെ ടൈമാണ്. കൂടെയുള്ളത് ഞാനാണ് RJ സൂരജ്. ദിസ് ഇസ് യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. Happy hours. All right, today's happy hour wind up ടൈമിലോട്ട് നമ്മൾ ലാൻഡ് ചെയ്തിരിക്കണം. എന്താണ് പരിപാടി? ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, അതോ ഒരു ട്രാവലിംഗ് ടൈമിലാണോ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്?
ചോദിച്ചത് വേറെ ഒന്നുമല്ല, ടുഡേയ്സ് ഹാപ്പി അവർ വൈൻഡ് അപ്പ് ടൈമിലേക്ക് എത്തുന്ന ഒരു ടൈം കൂടിയാണ്. ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, ഷോ വൈൻഡ് അപ്പ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്കും ഫുഡ് കഴിക്കാൻ. ഡോക്ടർ, നമ്മൾ ഈ ഒരു ചിറ്റ് ചാറ്റ്, ഈ ഒരു സ്മോൾ ടോക്ക്, ഒരു ഹെൽത്തി ടോക്ക്, ഹാപ്പി അവറിലെ ഇന്നത്തെ ഹെൽത്തി ടോക്ക് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ബിഫോർ ദാറ്റ് ഫൈനലി ഡോക്ടർക്ക് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ കേട്ടുകൊണ്ടിരുന്നവരോട് ഒരു ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു മെസ്സേജ്, സന്ദേശം കൊടുക്കാൻ എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും പറയുക? ലഹരി ഉപയോഗം വലിയ ആപത്താണ്, പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് ഉള്ള രോഗികൾക്ക്. മദ്യം കരളിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ ഹെപ്പറ്റൈറ്റിസ് ഉള്ള ഒരാളിൽ മദ്യപാനം തുടർന്നാൽ കരളിന് കേടുപാടുകൾ വളരെ വേഗത്തിൽ കൂടും. സിറോസിസും കരൾ ക്യാൻസർ പോലുള്ള രോഗങ്ങളും വരാനുള്ള സാധ്യത വർദ്ധിക്കും. അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ വഴി ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഒരേ സൂചി പങ്കുവയ്ക്കുന്നതിൽ കൂടി ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും എളുപ്പത്തിൽ പകരാം. അതുകൊണ്ട് തന്നെ ഹെപ്പറ്റൈറ്റിസ് രോഗികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം മദ്യം പൂർണ്ണമായും ഒഴിവാക്കുക എന്നത് തന്നെയാണ്. ആ ഒരു കാര്യം പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചു എന്ന് കരുതുകയാണ്. നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം ചില കാര്യങ്ങളിൽ. കരുതൽ എന്ന് ഇന്നത്തെ ഹാപ്പി അവറിൽ ഒത്തിരി തവണ ഞാൻ പറഞ്ഞു, ആ ഒരു വേർഡ് ഞാൻ യൂസ് ചെയ്തു. ശരിക്കും ചില കാര്യങ്ങൾ ചെറുതെങ്കിലും അത് കരുതൽ വേണം. ആ ചെറിയ കരുതൽ വലിയ നല്ല ആരോഗ്യത്തിലുള്ള വഴികാട്ടി ആയിരിക്കും എന്നാണ് ഡോക്ടർ സച്ചിൻ ജെയിംസ് ഇന്നത്തെ ഹാപ്പി അവറിൽ, ഹെൽത്തി അവറിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ, ഇത്രയും ടൈം സർഗക്ഷേത്ര 89.6 FM സ്പെൻഡ് ചെയ്തതിൽ ആൻഡ് ഞങ്ങളോട് വിശേഷങ്ങൾ ഒത്തിരി പറഞ്ഞതിലും ഞങ്ങൾക്ക് ആരോഗ്യപ്രദമായിട്ടുള്ള ഒരുപാട് അറിവുകൾ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ വിവിധ തലങ്ങൾ അതിങ്ങനെയാണ് എന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തന്നതിലും ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ടുഡേയ്സ് ഹാപ്പി അവർ RJ സൂരജ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ സച്ചിൻ ജെയിംസ്, ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ്, സെൻറ്റ് തോമസ് ഹോസ്പിറ്റൽ, ചെത്തിപ്പുഴ. ടാറ്റ ബൈ. ഒരു കാര്യം പറയാൻ മറന്നു, ഗുഡ് നൈറ്റ്. 89.6 FM സർഗക്ഷേത്ര.